എൻ്റെ വീട്ടിൽ ഞാൻ കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത് ഇങ്ങനെയാണ്. ഇതൊരു ഐസ്ക്രീം പെട്ടിയാണ്. ഇതിനകത്താണ് കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഒരു ചെറിയൊരു ഇൻക്യുബേറ്ററിൻ്റെ അതുപോലെ വെച്ചിട്ട് ഇതിലാണ് 10-70 മുട്ട വരെയൊക്കെ വെക്കും. വെച്ചാൽ ഒരു 50-60 വിരിഞ്ഞ് കിട്ടാറുണ്ട്. ഇപ്പം അത്രയും വെച്ചില്ല, മുട്ട ഇല്ലാത്തത് കൊണ്ട് ഒരു 50 വെച്ചിട്ടുള്ളൂ. എങ്കിൽ ഏതാണ്ടെല്ലാം വിരിഞ്ഞിട്ടുണ്ട്. ഇന്ന് 21 ദിവസം ആകുന്നേ ഉള്ളൂ. ഇങ്ങനെ വിരിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് മാറ്റി അടുത്ത ഒരു വിരിഞ്ഞതിന് ശേഷം ഒരു 10 ദിവസം വരെ ഇതിനകത്താണ് ഇങ്ങനെ ഒരു ബൾബ് 60 വാട്ടിൽ ഒരു ബൾബ് ലൈറ്റ് ഇട്ട ചൂടിൽ ഇതിനകത്ത് നിന്നാണ് ഇനി ഇത് വളരുക. ഇതിന് വൈകുന്നേരം ആകുമ്പോൾ ഞാൻ ഇങ്ങോട്ട് പിടിച്ച് മാറ്റി വെക്കും. 3ാം സ്റ്റേജ് വളർത്തുന്നത് ഇവർ ഫ്രിഡ്ജിനകത്താണ്. അപ്പോൾ എനിക്ക് സ്ഥലവും സൗകര്യവും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഫ്രിഡ്ജിനകത്താണ് വിട്ട് പിളർത്തുന്നത്. ഇതിനകത്ത് നിന്നൊരു 2 വരെ ഒരു മാസം വരെ ഇതിനകത്ത് നിൽക്കും. 1.5 മാസമൊക്കെ നിൽക്കും ചിലപ്പോഴും. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് വീണ്ടും ഞാൻ ഇങ്ങോട്ട് ഇവിടെ നിന്ന് അടുത്ത ഘട്ടത്തിലോട്ട് മാറ്റും. ഇതെൻ്റെ വർക്ക് ഏരിയയാണ്. വർക്ക് ഏരിയയിൽ ഇത്തിരി സ്ഥലത്ത് ഒരു ചെറിയൊരു ഒരു മറ കൊണ്ടിങ്ങനെ മറച്ച് ഇതിനകത്താണ് ഒരു 3 മാസം വരെ ഇതിനകത്ത് വിട്ടേക്കും. ഈ 3 മാസം കഴിഞ്ഞതിന് ശേഷം വേറെ ചെറിയൊരു കൂടുണ്ട്. ആ കൂടിനകത്ത് വിട്ട് വലിയ കോഴികളാക്കി ഒരു 5 എണ്ണം വീതം ഓരോ കുടുംബക്കാർക്ക് ഞാൻ ഫ്രീ ആയിട്ട്, ഞാൻ വളർത്തുന്ന കോഴികളെ തന്നെ 5 എണ്ണം വീതം ഓരോ കുടുംബക്കാർക്ക് ഞാനിപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഏതാണ്ട് 10-25 പേർക്ക് കൊടുത്ത് ഇനി വളർത്താൻ താല്പര്യമുള്ളവരോട് പറഞ്ഞിട്ടുണ്ട്. അവർ വന്ന് ചോദിക്കും, അവർക്കങ്ങ് കൊടുക്കും. അതുപോലെ ഇത് കണ്ട് ആൾക്കാർ വേണമെങ്കിൽ വളർത്തുകയോ, അതൊരു ആദായകരമായിട്ടുള്ളൊരു തൊഴിലാണ്. ഒന്നിൽ കുഞ്ഞു കോഴികളെ വിട്ട് പൈസ കിട്ടും. അല്ലെങ്കിൽ വളർന്ന് മുട്ടയിടുന്ന കോഴി അയാൾ ഒന്നിന് 500 വെച്ചാണ് ആളുകൾ വാങ്ങുക.